വെൽക്കം ടു ഫുഡ് ഇൻഷി. ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് ലിവറാണ്, ഇത് പോത്തിൻ്റെ ലിവറാണ്. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പൊരിച്ചെടുത്താൽ ഞാനിതിലൊരു ലിവർ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതും നിങ്ങൾ നോക്കുക, ഇതും നോക്കുക. ഒരു കുക്കറിലേക്ക് ഇട്ട് വെക്കുക. ഇതിലേക്ക് കുറച്ച് മഞ്ഞളിട്ട് വെക്കുക. ഇത് വെന്തതിൻ്റെ ശേഷം ബാക്കിയുള്ള പ്രൊസീജിയറൊക്കെ നമുക്ക് ചെയ്യാം. കുറച്ച് ഉപ്പിട്ട് വെക്കാം. ഉപ്പ് എപ്പോഴും നോക്കിയിട്ടേ ഇടാവുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ തന്നെ ബുദ്ധിമുട്ടിപ്പോകും. ഇത് നന്നായി ഇളക്കിയിട്ട് അവിടെ കത്തിച്ചു കൊടുക്കാം. ലിവർ വെക്കുമ്പോൾ ആദ്യം ഉപ്പിടരുത് എന്നൊക്കെ പറയും, പക്ഷെ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ക്ലോസ് ചെയ്ത് കൊടുക്കാം. അതിത് വേവട്ടെ. നമ്മളെ ലിവർ വെന്ത് വന്നിട്ടുണ്ട്. ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. പൊരിച്ചെടുക്കാൻ ഇങ്ങനെ വരട്ടി പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അധികം ഗ്രേവി ഇല്ലാണ്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിൽ ഞാൻ കുറച്ച് ഗ്രേവി ഇട്ടിട്ട് ഒന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് സവാള ഇട്ട് കൊടുത്തിട്ട് അത് നന്നായി വാട്ടിയെടുക്കാം. അപ്പോൾ ഓയിൽ ചൂടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് സവാള പൊടിങ്ങനെ വെച്ചതാണ്. ഇതിങ്ങനെ ഉണ്ടാക്കിയെടുത്താലേ നമുക്ക് ചപ്പാത്തിയിലൊക്കെ ഇങ്ങനെ റോൾ ചെയ്തിട്ട് കഴിക്കാൻ പറ്റും. പിന്നെ ബ്രെഡിൽ ഒക്കെ റോൾ ചെയ്തിട്ട് ഇത് നന്നായി വാടി വരട്ടെ. ഇത് വാടട്ടെ. സവാള മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില. നമുക്ക് നന്നായി ഇതൊന്ന് വാട്ടിയെടുക്കാം. അതിലിട്ടിട്ട് ഇതൊന്ന് നന്നായി പച്ചമണം പോട്ടെ. ഒക്കെ പച്ചമണം പോയി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് നല്ല ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. ഒരു ചെറിയ ടീസ്പൂണ് നല്ല ജീരകത്തിൻ്റെ പൊടി. അപ്പോൾ തന്നെ ലേശം കൂടെ നമ്മൾ വേപ്പിക്കുമ്പോൾ മഞ്ഞളിട്ടത്, എന്നാൽ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ടെടുക്കാം. പിന്നെ നമുക്ക് കുരുമുളകിൻ്റെ പൊടി ഇട്ടെടുക്കാം. ഞാൻ ചുവന്ന മുളക് അധികം ഇട്ടിട്ടില്ല. കുരുമുളകിൻ്റെ പൊടി കുറച്ച് ജാസ്തി ഇട്ടെടുക്കാം. കുറച്ച് ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കുക. കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. ഒക്കെ ഇളക്കി ചേർത്ത് ഇനി നമുക്ക് ഈ വെന്ത ലിവർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വേപ്പിച്ച് വെച്ച ലിവർ ഇട്ട് കൊടുക്കാം. ഉള്ളിട്ട് കൊടുക്കാം. നന്നായി ഇളക്കി ചേർത്തെടുക്കാം. അങ്ങനെ 10 മിനിറ്റ് നേരം, ഒരു 10-15 മിനിറ്റ് നേരം ഒന്ന് കത്തിച്ച് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഫുള്ളൊന്ന് കത്തിച്ച് കൊടുക്കാം. എന്നിട്ട് ഒന്ന് തീ ചെറുതാക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് തീ ഓഫാക്കി കൊടുക്കാം. ഇതേപോലെ ഉണ്ടാക്കിയാൽ മതി. ഇതെന്തിനാ വെച്ചാൽ നമ്മുടെ ബ്രെഡ്, അതുപോലെ തന്നെ ഈ കുബൂസ്, പിന്നെ ചപ്പാത്തി അതിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ റോളാക്കിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വയ്ക്കുക. കണ്ടോ, ഇത് ഗ്രേവി കുറവാണ്. അതേമാതിരി വരട്ടി പൊരിച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അധികം മസാലയില്ല. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാട്ട് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യുക.
തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. അന്നേരം എന്താണ് ഇതിൻ്റെ ടേസ്റ്റൊക്കെ അറിഞ്ഞിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.